നീറ്റ് എക്സാമിനേഷൻ മെയ് 3 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഹോൾ ടിക്കറ്റിനോടൊപ്പം എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്നാമത്തത്, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനോടൊപ്പം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എക്സാമിനേഷൻ ഹാളിലേക്ക് നാം ക്യാരി ചെയ്യണം. ഇതിനോടൊപ്പം ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഇത് കൂടാതെ നാം കയ്യിൽ കരുതേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫാണ്. ഈ ID പ്രൂഫിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആധാർ കാർഡ് തന്നെയാണ്. അത് തന്നെ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതില്ലാത്തവർ വാലിഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ID പ്രൂഫ്, ഫോട്ടോ ഉള്ള ID പ്രൂഫ് എക്സാമിനേഷൻ ഹാളിലേക്ക് നാം കൊണ്ടുപോവുക. ഇനി ഇത്തരം ഡോക്യുമെന്റ്സ് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പെർമിഷൻ ഉള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ മാത്രം. ഇനി എക്സാമിനേഷൻ നമുക്കറിയാം മെയ് 3 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂർ എക്സാമിനേഷൻ ആണ്. ഈ സമയത്തെ വളരെ ചൂടിൻ്റെതായ കാഠിന്യത്തിൽ മക്കളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന ചൂടും ക്ലൈമറ്റിന്റെ ചൂടും. ഈ സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും 2 മണി മുതൽ 5 മണി വരെ ആ സെയിം നോർമൽ ക്ലൈമറ്റിൽ മോഡൽ എക്സാമിനേഷൻ എഴുതുക. മോഡൽ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും മോഡൽ എക്സാമിനേഷൻ 3 മണിക്കൂർ മാറ്റി വെച്ചാൽ 4 മണിക്കൂർ ബയോളജി റിവൈസ് ചെയ്യണം. 3 മണിക്കൂർ ഫിസിക്സിനും 3 മണിക്കൂർ കെമിസ്ട്രിയും റിവൈസ് ചെയ്യാനായി മാറ്റിവെക്കുക. നല്ല കോൺഫിഡൻസോടെ വേണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. ധാരാളം വെള്ളം കുടിക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, പോസിറ്റീവ് മൈൻഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. നീറ്റ് എക്സാമിനേഷൻ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നന്നായി റിവൈസ് ചെയ്യുക. ഇനി അധികം പുതിയത് പഠിക്കാനുള്ള സമയമല്ല. മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ടൈം മാനേജ് ചെയ്ത് എക്സാമിനേഷൻ എഴുതാനുള്ള പാറ്റേണിൽ മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വിജയം നേടാൻ സാധിക്കും. കാരണം നന്നായി പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.